ശംഭു അതിർത്തിയിൽ മാത്രമല്ല ഇവിടെ ശംഭു റെയിൽവേ സ്റ്റേഷനും വളരെ വലിയ ശക്തമായ പ്രതിഷേധം കർഷകർ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സമരത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നൊന്ന് പോയി നോക്കട്ടെ. പോലീസൊക്കെ ഉണ്ടല്ലോ, പഞ്ചാബ് പോലീസ്. ഇതാണ് ശംഭു റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു ചെറിയ ഒരു സുന്ദരമായ റെയിൽവേ സ്റ്റേഷൻ, ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പോയി നോക്കാം. പഞ്ചാബ് പോലീസാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നേരത്തെ ശംഭുവത്തിൽ കണ്ട പോലെ വലിയ യുദ്ധമൊന്നും ഇവിടെയില്ല. പഞ്ചാബിലെ പോലീസ് വലിയ കുഴപ്പമൊന്നും ഈ കർഷകർക്കെതിരെ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനൊരു കാഴ്ച ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ട്രെയിൻ തടയൽ സമരം എന്നൊക്കെ പറഞ്ഞ് സമരവുമായിട്ട് ആളുകൾ ഈ ട്രാക്കിലേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷേ ട്രാക്കിലേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെ റെയിൽവേ പോലീസോ അതല്ലെങ്കിൽ അതത് സംസ്ഥാന പോലീസോ അവരെ പിടിച്ചു മാറ്റി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷേ ഇവിടെ നോക്കൂ, 4 ട്രാക്ക് ഉണ്ട് ശംഭുവിൽ. ഈ 4 ട്രാക്കും സമ്പൂർണമായി അടച്ച് കർഷകർ സമരമിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ട്രെയിനും ഓടാൻ അനുവദിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. कोई नहीं, कोई ट्रेन नहीं चलते नहीं, कोई नहीं चलते। दिन रात बैठे रहो, 24 घंटे। हाँ 24 घंटे, दिन भी रात भी बैठे रहो। हमारे 3 साथी हैं जो हरियाणा के, बिना कसूर उनको पकड़ रखा है। രാത്രിയും പകലും രാവും പകലും സമരം എന്നാണ് സമരക്കാർ പറയുന്നത്. ഒരുപാട് ദിവസമായി സമരം ഇരിക്കുകയാണ്, ഒരുപാട് ദിവസമായി സമരം ഇരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. നോക്കൂ, കർഷക സമരം അവസാനിച്ചിട്ടില്ല. കർഷക സമരത്തിൽ നിന്ന് ശ്രദ്ധ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കണം, ഞങ്ങൾക്ക് കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, വിദേശത്തുള്ള നിരവധി വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകളിൽ നിന്ന് പിൻവാങ്ങി ഈ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമരം. അത് സമരം തുടരുന്നുണ്ട്. വോട്ടിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് നമുക്കറിയാനുള്ളത്. വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. പഞ്ചാബിലും ഹരിയാനയിലും എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശംഭു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാനും വൈശാഖ് ജയപാലനും ഉള്ളത്. യാത്ര തുടരുകയാണ്. വണ്ടി അപ്പുറം കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് പോകാം.